മോട്ടോറോളയുടെ മോട്ടോ G8 ഇന്ത്യൻ മാർക്കറ്റിൽ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. മിഡ് റേഞ്ച് സെഗ്മെന്റിൽ വരുന്ന ഈ ഫോണിന്റെ വില വരുന്നത് 14,000 രൂപയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോ G8 വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തിരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. മോട്ടോ G8 വരുന്നത് 6.3 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. IPS LCD പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കമ്പനി ഒരു ഡിസ്പ്ലേ മാക്സ് വിഷൻ ഡിസ്പ്ലേ എന്നാണ് വിളിക്കുന്നത്. 19:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ നമുക്കൊരു നോച്ച് ലഭിക്കുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള ഒരു നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലാണ്. പിന്നെ ഫോണിൻ്റെ ബാക്ക് കവറിനെ പറ്റി പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. എന്നാലും ഒരു ഗ്രേഡിയൻ കളർ ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോൺ സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ചെറിയ രീതിയിൽ വെള്ളമായാലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 665 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ചൊരു പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ ലഭിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇത് അത്ര മോശം പ്രോസസ്സറൊന്നുമല്ല. സ്നാപ്ഡ്രാഗൺ 665 പ്രോസസ്സറുമായിട്ട് വരുന്ന ഈ ഫോണിൽ നമുക്ക് അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു പെർഫോമൻസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ നമുക്ക് 4 GB റാമാണ് ലഭിക്കുന്നത്. 64 GB ഇൻറ്റേർണൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ഹൈബ്രിഡ് സിം സ്ലോട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതായത് ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ആൻഡ്രോയിഡ് 9 സോഫ്റ്റ്വെയറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ അതുകൊണ്ട് തന്നെ ബ്ലോട്ട്വേഴ്സ് ഒക്കെ വളരെ കുറവായിരിക്കും. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നിൽ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 48 മെഗാപിക്സലിൻ്റെ f1.7 അപ്പേഴ്സിൽ വരുന്ന ഒരു മെയിൻ സെൻസറാണ് വരുന്നത്. സാംസങ്ങിൻ്റെ സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പിക്സൽ ബിന്നിങ് പോലുള്ള ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് നമുക്ക് 16 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന ഒരു വൈഡ് ആംഗിൾ ആക്ഷൻ ക്യാമറ സെൻസർ ലഭിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത് 5 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും ലഭിക്കുന്നുണ്ട്. ക്യാമറയിൽ എടുത്തു പറയേണ്ട കാര്യം ആക്ഷൻ ക്യാമറയാണ്. ഈ ഒരു ഫീച്ചർ മുമ്പ് നമ്മൾ മോട്ടോറോള 1 ആക്ഷൻ എന്നുള്ള ഫോണിൽ കണ്ടിട്ടുള്ളതാണ്. സാധാരണ ഫോണുകളിലൊക്കെ നമ്മൾ ലാൻഡ്സ്കേപ്പ് മോഡിൽ ചെരിച്ച് പിടിച്ചിട്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്യൽ. എന്നാൽ ഈ ഫോണിൽ അങ്ങനെയല്ല. സാധാരണ നമ്മൾ എങ്ങനെയാണോ ഫോൺ പിടിക്കുന്നത് അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഫോൺ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൂടിയും മറ്റ് ഫോണുകളിലെ പോലെ വീഡിയോ ലാൻഡ്സ്കേപ്പ് മോഡിൽ തന്നെയാണ് സേവ് ആവുന്നത്. പിന്നെ 16 മെഗാപിക്സലിൻ്റെ സെൻസർ വരുന്നത് വൈഡ് ആംഗിൾ സെൻസറായിട്ടാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ഫോണുകളിൽ ലാൻഡ്സ്കേപ്പ് മോഡിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ എത്ര ഏരിയ നമുക്ക് കവർ ചെയ്യാൻ കഴിയുന്നുണ്ടോ ഏകദേശം അത്രയൊക്കെ തന്നെ ഏരിയ ഈ ഫോൺ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് കവർ ചെയ്യാം. ഈ ഫോണിൽ നമുക്ക് ലേസർ ഓട്ടോ ഫോക്കസ് ലഭിക്കുന്നുണ്ട്. പിന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നൈറ്റ് മോഡ് എന്നുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 25 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. ഫ്രണ്ട് ക്യാമറയിലും പിക്സൽ ബിന്നിങ് പോലുള്ള ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫോണിൽ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ലഭിക്കുന്നത്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ ഒന്നും തന്നെ കാണാൻ കഴിയാത്തൊരു ഫീച്ചറാണ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് എന്നുള്ളത്. പിന്നെ ഡോൾബി ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ നമുക്ക് 4000 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. പിന്നെ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ ഹെഡ് സാർ വാല്യൂ വരുന്നത് 0.409 ബോഡി സാർ വാല്യൂ വരുന്നത് 1.37. പിന്നെ ഈ ഫോണിൻ്റെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോൺ നമുക്ക് 13,999 രൂപയ്ക്കാണ് ലഭിക്കുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ഫോൺ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഫോൺ തന്നെയാണ് മോട്ടോ G8 ഈ ഫോണിൽ നമുക്ക് ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ ക്യാമറയിൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് വേണ്ടത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസോ അല്ലെങ്കിൽ ഗെയിമിങ്ങോ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് വേറെ ലഭിക്കുന്നുണ്ട്.